ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇത്തരം വാർത്തകൾ കേൾക്കുമ്പോൾ താങ്കൾ പറഞ്ഞ പോലെ ഒരു വലിയ സമൂഹമാണ് ക്രിസ്ത്യാനിറ്റി. ആ വലിയ സമൂഹത്തിന്റെ വളരെ താഴെയാണ് ഇസ്ലാമിന്റെ കണക്ക് അംഗസംഖ്യ. പക്ഷെ കുറ്റകൃത്യങ്ങളുടെ കണക്കെടുത്താൽ അതിൽ ഒന്നാം സ്ഥാനത്ത് ഇസ്ലാമാണ് ആഗോള വ്യാപകമായിട്ട് വരുന്നത്. കുറ്റകൃത്യങ്ങൾ, ഗുരുതരമായ ക്രിമിനൽ കുറ്റങ്ങൾ കേരളത്തിലെടുത്തു. കൂടുതലും വരുന്ന പ്രതികളാകുന്നത്, ശിക്ഷിക്കപ്പെടുന്നതും ഒക്കെ തന്നെ ഇസ്ലാം മതത്തിൽപ്പെട്ട ആജിമാരും ഒക്കെയാണ്, അത്തരത്തിലെ ഉസ്താദുമാരും ഒക്കെയാണ്. ഭീകരവാദം എടുത്തു, ആരാണ് അകത്തു പോകുന്നത്? എന്റെ കൂടെ ചർച്ചയ്ക്ക് ജനൻ ടി വിയിൽ ഉണ്ടായിരുന്ന ഒരു മഹാരഥനുണ്ട്. അദ്ദേഹത്തിന് ഇപ്പോ അവിടുന്ന് കൃത്യമായിട്ട് NIA അറസ്റ്റ് ചെയ്ത് അകത്തിട്ടിരിക്കുകയാണ്. ഈ NIA അറസ്റ്റ് ചെയ്ത് അകത്തിട്ട ആളുകൾക്ക് വേണ്ടി ആരാ തെരുവിൽ കലാപം സൃഷ്ടിച്ച്? ഞങ്ങൾ എവിടെങ്കിലും ഈ പറയപ്പെട്ട ഫ്രാങ്കോയെ അറസ്റ്റ് ചെയ്യരുതെന്നോ അല്ലെങ്കിൽ ഇപ്പൊ ഈ പറഞ്ഞ കോട്ടയംകാരനെ അറസ്റ്റ് ചെയ്തെന്നോ പറഞ്ഞ് എവിടെങ്കിലും സഭയുടെ പ്രസ്താവനയുണ്ടോ? എവിടെങ്കിലും സമരം ചെയ്തിട്ടുണ്ടോ? തട്ടുങ്കൽ എന്ന് ഒരു ബിഷപ്പ് ഉണ്ടായിരുന്നല്ലോ, അദ്ദേഹം ഇപ്പം മനാമയിലെ ഒരു കടയിൽ സാധനങ്ങൾ തൂക്കിക്കൊടുക്കുക. കത്തോലിക്ക സഭ തെരുവിൽ ഇറങ്ങിയോ അദ്ദേഹത്തെ തിരിച്ചെടുക്കണമെന്ന് പറഞ്ഞ്? അങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ല. ഇതേ സമയത്ത് നിങ്ങൾ ചെയ്യുന്ന കാര്യം എന്താ? കോംപ്രമൈസ് ആകാൻ നമുക്ക് പറ്റാത്ത എവിടെയാണ്? ഭീകരവാദികൾക്ക് വേണ്ടി നിങ്ങൾ അരിയും മലരും കരുതി കുന്തിരിക്കം കരുതി വീട്ടിൽ വെച്ചോളാൻ പറഞ്ഞ് കൊച്ചു കുട്ടികളെ അടക്കം തെരുവിലിറക്കുകയാണ്, കലാപം സൃഷ്ടിക്കുകയാണ്. കോടതികൾക്ക് വിധി പറയാൻ കഴിയാത്ത വിധത്തിൽ കേരള ഹൈക്കോടതിയുടെ മുമ്പിൽ കൂടെ ഹാദിയ കേസിൽ സമരം ചെയ്തു പോയി ഓർക്കുന്നുണ്ടോ? അതൊക്കെ നമ്മുടെ കൺമുമ്പിൽ കണ്ട കാര്യമല്ലേ? ഇതുപോലെയാണോ ഞങ്ങൾ ചെയ്യുന്നത്? കുറ്റം ചെയ്തവൻ ശിക്ഷിക്കപ്പെടും. ഇനി അയാൾ കുറ്റവാളി അല്ലെന്ന് കൂട്ടിക്കോ. കുറ്റവാളി അല്ലാത്തവനെ പോയി ഞങ്ങൾക്ക് ജസ്റ്റിഫൈ ചെയ്യേണ്ട കാര്യമില്ല. അല്ലെങ്കിലും ആണെങ്കിലും ആരോപണവാദിന്റെ ഉത്തരവാദിത്തമാണ് കാശ് മുടക്കി വക്കീലിനെ വെച്ച് ഞാൻ നീതിമാനാൻ തെളിയിക്കേണ്ട അദ്ദേഹമാണ്, ഞങ്ങളൊന്നുമല്ല. അയാൾ പോയി വേണേ തെളിയിക്കണം. കുറ്റകൃത്യത്തിന് അങ്ങേര് പങ്കെടുത്തിട്ടുണ്ടെങ്കിൽ അയാളും കുടുംബവും കൂടെ പൊക്കോണം. ഞങ്ങൾ അയാൾക്ക് വേണ്ടിയും എതിരെയുമല്ല. അയാൾ കുറ്റകൃത്യം ചെയ്തിട്ടില്ല എങ്കിൽ അദ്ദേഹം വീണ്ടും അപേക്ഷ വെക്കുന്ന സ്ഥാനത്ത് കോടതി വിധിയുടെ അടിസ്ഥാനത്തിൽ എന്ത് വേണമെന്ന് സഭ തീരുമാനിക്കും. പിന്നെ ഒരു കാര്യം നിങ്ങൾക്ക് ഉറപ്പായിട്ട് പറയാം, തിരിച്ച് അദ്ദേഹത്തെ ഇനിയും കുറ്റകൃത്യത്തിൽ നിന്ന് മോചിതനായി വന്നാലും മാതൃകാപരമായ ഒരു സ്ഥാനത്തിരുത്തുകയോ ശുശ്രൂഷ ചെയ്യാനോ ഒന്നും സഭ അനുവദിക്കും തോന്നുന്നില്ല. അത് കാരണം സഭയുടെ നീതിബോധം മാത്രമല്ല, ജനങ്ങൾ അംഗീകരിക്കില്ല ആരോപണവാദിതനെ. ഞങ്ങളെ സംബന്ധിച്ചോളം കുറ്റം ചെയ്യരുതെന്നല്ല, ആരോപണവാദിതനാകാൻ പോലുള്ള അവസരം ഉണ്ടാക്കി കൊടുക്കരുത്. മൂപ്പൻ തല്ലുകാരനാകരുത്, മദ്യപാനിയാകരുത്, ദുർനടപ്പിന്റെ സൂചന പാടില്ലെന്നാണ്. ദുർനടപ്പ് പാടില്ലെന്നല്ല, ദുർനടപ്പിന്റെ സൂചന പോലും കേൾക്കാൻ പാടില്ല. ഇപ്പൊ എന്നെ പറ്റി, വർഗീസ് സാറിനെ പറ്റിയൊക്കെ ദുർനടപ്പിന്റെ സൂചന കേട്ടാൽ പിന്നെ ഞങ്ങൾ വാസമല്ല, പരിപാടി തീർന്നു, കൂട്ടിക്കെട്ടി വീട്ടിയിരിക്കാം. അത്രേ ഉള്ളൂ. സൂചനയ്ക്ക് അവസരം കൊടുക്കരുത്. ഇങ്ങനെയാണ് ഞങ്ങളുടെ നിയമം. അതിന്റെ പേരിൽ ആ വീട്ടുകാരെ ദുഃഖിക്കല്ലാതെ വേറെ ആരും കൂടെ പോകത്തില്ല. അവര് വിഷമിക്കും, ഉപ്പ് തിന്നവൻ വെള്ളം കുടിക്കും, സാമാന്യ ഭാഷയിൽ പറഞ്ഞാൽ. ഇനി അയാൾ നീതിമാനാണോ? ദൈവം അയാളെ നന്നായിട്ട് ഉപയോഗിക്കും. ആ വേദനകളൊക്കെ നടുവിൽ നിന്ന് അയാൾക്ക് മോചിതനായി വരാൻ പറ്റും. യോസേഫ് അഭിമുരിച്ച പോലെ പൊത്തിപ്പേറിന്റെ ഭാര്യയുടെ വീട്ടിൽ നിന്ന് കേട്ട ദുഷ്പേരൊക്കെ മാറ്റി അദ്ദേഹം അങ്ങനെ ഉപയോഗിക്കപ്പെട്ടോ അദ്ദേഹം അതുപോലെ തിരിച്ചു വരും. ഇതാണ് ഞങ്ങളുടെ നിലപാട്. എന്ത് മാറ്റം? അതിന് കോംപ്രമൈസ് എന്നുള്ള കാര്യമൊന്നും ഇവിടെ ഇല്ല. മാത്രമല്ല, ഞങ്ങൾ ഇങ്ങനെ ഒരാൾ ചെയ്യുന്നതിനെ പാപം എന്ന് കാണുന്നത് എന്തുകൊണ്ടാ? ഞങ്ങളുടെ അപ്പോസ്തലന്മാരോ യേശുക്രിസ്തു ഒന്നും ഇത്തരം പണി കാണിച്ച ആൾക്കാരല്ല. അവർ നീതിബോധത്തിന്റെ വഴിയിലൂടെ നടന്നതാണ്. നിങ്ങളുടെ ആൾക്കാർ ഇങ്ങനെ ചെയ്യുന്നത് എന്തുകൊണ്ടാ? എന്തിനാ കയ്യും കാലും വെട്ടുന്നേ? നിങ്ങളുടെ ഗുരു കാണിച്ചു തന്നിട്ടല്ലേ? എന്തിനാണ് മദ്രസയിലെ പിള്ളേരെ പീഡിപ്പിക്കുന്നത്? പീഡനമാണോ വാസ്തവം പറഞ്ഞാൽ? കൺസെന്റ് ചോദിച്ചു കാണും അയാളും. കൺസെന്റ് ചോദിച്ചിട്ടോ അപ്പനോടോ അമ്മയോടോ പോലും ഇതൊന്നും കിട്ടാതെ പോയിട്ട് ജയിലിന്റെ പുത്തിനടുത്ത് ഓളി കൈവച്ച കഥയില്ലേ? ഇതാ മദ്രസയിൽ പഠിക്കുന്നത്. ഇത്തരം കഥകൾ അങ്ങോട്ട് പഠിക്കുകയും വായിക്കുകയും ചെയ്യുമ്പോൾ ഇവിടുന്ന് പഠിപ്പിക്കുന്ന ഉസ്താദന്മാർക്ക് കാലളകിപ്പോവും. അവർക്ക് സ്വയം നിയന്ത്രണം വിട്ടുപോകും. തൊട്ടുമുമ്പിരിക്കുന്ന കുഞ്ഞ് കൃഷിയിടമാണെന്ന് തോന്നിപ്പോവും. ഇതും അതും കൂടെ എങ്ങനെ സാർ കോംപ്രമൈസ് ആകുന്നത്? വെറുതെ അത്തരം പദങ്ങൾ ഉപയോഗിക്കരുത്. നമുക്കത് കോംപ്രമൈസ് ആകാം, അവിടെ ഇവിടെ ഉണ്ടെന്ന്. ആ പണിയൊക്കെ കൈവച്ചു. അത്തരം വിശദീകരണം കൊണ്ടൊന്ന് ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ഞങ്ങൾ കൃത്യം മറുപടി തന്നിരിക്കും. ഓക്കെ, തുടർന്നുള്ളൂ. കളിയാക്കാൻ വേണ്ടി വന്നതാ പാസ്റ്ററെ, കളിയാക്കാൻ വേണ്ടി വന്ന് പറഞ്ഞത്. അല്ല പക്ഷേ ഈ അത്രയൊന്നും വിശദീകരിച്ച് പറയേണ്ട നമുക്ക് ഒരു കാര്യമില്ല. കുപ്പക്കൊന്നിലെ ഈന്തപ്പനയെന്ന് വിളിക്കുന്ന ഇതില് നിങ്ങൾക്ക് ഇന്ത്യൻ പീനൽ കോഡ്, ഇപ്പൊ അതിന്റെ പേരുമൊക്കെ മാറ്റി പുതിയ പേരുമൊക്കെ ഹിന്ദിയിൽ ഇട്ടിട്ടുണ്ട്. ഇന്ത്യൻ പീനൽ കോഡ് നമ്മുടെ മുമ്പിൽ എങ്കിലും ഉണ്ട്, വേറെ പേരിലും രൂപത്തിലും ഒക്കെ ഉണ്ട്. അത് 1860 മെക്കോളെ പ്രഭുവിന്റെ കാലത്ത് രൂപപ്പെടുത്തിയാണ്. ഇതിന്റെ അടിസ്ഥാനത്തിൽ നമുക്ക് പത്രോസിനെ ഒന്ന് വിചാരണ ചെയ്യാം, പൗലോസിനെ വിചാരണ ചെയ്യാം, ലൂക്കോസിനെയും ബൈബിളിൽ കാണുന്ന കഥാപാത്രങ്ങളെ, ഈവൻ യൂതയെ വരെ വിചാരണ ചെയ്യാം. യൂതയുടെ പേരിലെ കേസ് എന്താ? അദ്ദേഹം 30 വെള്ളി നാണയം മേടിച്ചു, ഗുരുവിനെ ഒറ്റിക്കൊടുത്തു. അത് ജാമ്യം കിട്ടുന്ന വകുപ്പൊക്കെയാണ്, കൊല്ലാനല്ലല്ലോ. അത് കോടതിക്ക് മുമ്പിൽ ആളിനെ കാണിച്ചു കൊടുത്തു. അദ്ദേഹത്തിന് കിട്ടാവുന്ന ശിക്ഷ എന്താ? ബാക്കി മനുഷ്യരെയൊക്കെ എടുത്താൽ യൂതയുടെ നീതിബോധമുള്ള ഒരുത്തനെ, അത്രയെങ്കിലും സ്റ്റാൻഡേർഡ് ഉള്ള ഒരുത്തനെ, നിങ്ങളുടെ മുഹമ്മദ് മുതൽ താഴോട്ടുള്ള മഹാരഥന്മാരെ അങ്ങോട്ട് എടുത്തു വെക്ക്. അബൂബക്കറെ അല്ലെങ്കിൽ ഉമറിനെ, ഇവരെയൊക്കെ എടുത്തു വെച്ചിട്ട് കൊള്ളാവുന്ന ഒരുത്തനെ കാണിച്ചതാ. ഒരുത്തനെ ഞങ്ങൾ യൂതയെ വെച്ച് ചലഞ്ച് ചെയ്യാം. യൂത ഞങ്ങൾ തള്ളിക്കളഞ്ഞ, ഞങ്ങളുമായി ഇപ്പോൾ ബന്ധമില്ലാത്ത, കൂട്ടായ്മ ആചരിക്കാത്ത, അവസാനം ആത്മഹത്യ ചെയ്ത
ആ മനുഷ്യനെ നിങ്ങളുടെ മുമ്പിൽ വെക്കാം. തുലനം ചെയ്യാൻ ധൈര്യമുണ്ടോ? ഞങ്ങൾക്ക് പുറമേ നിൽക്കുന്ന ആളാണെന്ന് ഓർക്കണം. അത്രയും പോലും സ്റ്റാൻഡേർഡ് പാലിക്കാത്ത ഒരാള് നിങ്ങൾ എവിടെ പോയേനെ? ഇപ്പൊ ഈ ഉസ്താദ് കാണിച്ചതും മുഹമ്മദ് ചെയ്തതും വെച്ച് നോക്കിയാൽ ഉസ്താദ് കുറെ കൂടെ ഡീസന്റ് അല്ലേ? അയാൾ ഇത്രയും പോയിട്ട് ഇതേ രീതിയിൽ അകപ്പതിച്ചോ ഈ കാണിക്കുന്ന പരിപാടി വെച്ച് നോക്കിക്കഴിഞ്ഞാൽ? അപ്പൊ മുഹമ്മദ് ചെയ്ത ക്രൂരകൃത്യങ്ങളും മ്ലേച്ഛതകളും ഇന്നത്തെ ഒരു ഉസ്താദും ചെയ്യുന്നില്ല. ചെയ്യാനുള്ള പ്രേരണ എന്താണ്? അവര് ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ മുഹമ്മദിൽ നിന്ന് പഠിച്ചു. ഇനിയിപ്പോ നിങ്ങൾ ഈ പറയുന്ന ബിഷപ്പുമാരോ ഇതൊക്കെ ഒരു പരിധി വരെ ഇങ്ങനെ ചെയ്യാൻ കാരണം എനിക്ക് തോന്നി ഖുറാൻ ഇവർ വായിച്ചിട്ടുണ്ടാവും. അതുകൊണ്ടാണ്. ഒരു പക്ഷേ നമ്മുടെ ഈ ക്ലാസ്സുകളിലൊക്കെ പങ്കെടുത്ത് അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായി കാണും. അതായിരിക്കും ഇതിന് ഇങ്ങനെ വരാൻ കാരണം. നമ്മുടെ ഈ ക്ലാസ് അങ്ങനെ അപകടം ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ നമ്മളത് പിന്തിരിയാനും ബാധ്യസ്ഥരാണ്. മുഹമ്മദിനെയും ഖുറാനെയും താഴോട്ട് പറഞ്ഞു കൊടുത്ത് പിള്ളേർക്ക് നെഗറ്റീവ് മനസ്സ് കയറുകയാണെങ്കിൽ നമ്മൾ പിന്തിരിഞ്ഞ് ചിന്തിക്കേണ്ട ഒരു ആവശ്യമുണ്ടെന്നും എനിക്കിപ്പോൾ തോന്നുന്നു. കാരണം ഇവർ ഖുറാൻ വായിച്ചെങ്കിലേ ഇങ്ങനെ ആകുള്ളൂ, ഈ പറയുന്ന രീതിയിലൊക്കെ ആകുള്ളൂ. അവർ ഗുരുവിനെ അനുകരിക്കുകയാണ് ചെയ്തത്. ഗുരുവിനെ അനുകരിച്ചാൽ കോടതി പോവും, അതുവഴി നിങ്ങൾ ജയിലിൽ പോവും. ഞങ്ങൾക്ക് ഞങ്ങളുടെ ഗുരുവിനെയോ ഞങ്ങളുടെ ആചാര്യന്മാരെയോ ഫോളോ ചെയ്താൽ ലോകത്തൊരു കോടതിയും നിങ്ങളുടെ ശരിയാ നിയമം നിലനിൽക്കുന്ന കോടതി പോലും ഞങ്ങളെ ശിക്ഷിക്കാൻ പറ്റില്ല. അങ്ങനെ ഓവർകം ചെയ്തെടുത്ത ഉയർന്ന ഏറ്റവും ശ്രേഷ്ഠകരമായ എത്തിക്സിലാണ് ക്രിസ്ത്യാനിറ്റി അടിയുറച്ചിരിക്കുന്നത്. അതിനായിട്ടൊന്നും തുലനം ചെയ്യാൻ പോലും അവിടെ ഒരു സംഭവമില്ല. ഓക്കെ, തുടർന്നുള്ളൂ. അത്രയും വേണ്ട, അത്രയും നമ്മൾ പോകണ്ട. ഇന്ന് നമ്മുടെ ഈ കേരളത്തിൽ ജീവിച്ചിരിക്കുന്ന ഏതെങ്കിലും ഒരു സാധാരണ മുസ്ലിം അല്ലാത്ത ഏതെങ്കിലും ഒരു സാധാരണ മനുഷ്യന്റെ ക്വാളിറ്റി എങ്കിലും കാണിച്ചു തരാൻ പറ ഖുറാനകത്ത്. അല്ല സാറേ, ഒരു കാര്യം കൂടെ. ഇപ്പൊ നമുക്ക് ഇതെടുക്കാം. ശരിയാ നിയമം നിലനിൽക്കുന്ന ഒരു രാജ്യത്ത് ഒരു 6 വയസ്സുകാരിയെ ഉസ്താദ് ഇതുപോലെ തൊട്ടാൽ, അല്ലെങ്കിൽ അവളെ കേൾക്കുന്നില്ല. അത് പറയാൻ തന്നെ മോശമാണ്. കുഞ്ഞല്ലേ അത്, 6 or 10 വയസ്സൊക്കെ ഉള്ള കുഞ്ഞിന്. കേൾക്കാം, ഇപ്പൊ കേൾക്കാമോ? 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 കേൾക്കാം. ഹലോ, കേൾക്കാമോ? ഹലോ. ആ, ഈ ശരിയാ നിയമം നിലനിൽക്കുന്ന ഈ കോടതികളുണ്ടല്ലോ, അങ്ങനെയുള്ള രാജ്യങ്ങളുണ്ടല്ലോ, ആ രാജ്യത്താണെങ്കിൽ ഇപ്പൊ ഈ പറഞ്ഞ ഉസ്താദുമാരൊന്നും ശിക്ഷിക്കപ്പെടുകയില്ല. അവർ മാന്യന്മാരായിട്ട് തന്നെ നിൽക്കും. കാരണം അതെ അവർക്ക് അതെ അതെ വാദിച്ച് ജയിക്കാൻ ഒരു പുസ്തകമുണ്ട്. ശരിയാ നിയമം ആ, അവരെങ്ങനെ ശിക്ഷിക്കപ്പെടുന്നേ? മദ്രസയിലെ ഒരു കുട്ടിയോട് ഇങ്ങനെ ജയിലിന്റെ, അവർ പറയും ജയിലിന്റെ പുത്രിയുടെ തോളി കൈവച്ച ഒരു ചരിത്രം നമ്മുടെ മുമ്പിൽ ഇല്ലെന്ന് ചോദിക്കുമ്പോൾ കോടതി എന്ത് ചെയ്യും? അത് ശരിയാണല്ലോ എന്ന് പറയും. അങ്ങനെ ഫത്വ ഇറക്കിയിട്ടുണ്ട് പല രാജ്യങ്ങളും. നമ്മുടെ കയ്യിൽ അതിന്റെ കോപ്പികളൊക്കെ ഉണ്ടല്ലോ. പക്ഷെ ഞങ്ങൾക്ക് അതല്ലെന്ന്. ഇന്നിപ്പോ നിങ്ങൾ പറഞ്ഞ ആരോപണം ഞങ്ങൾ ഒരു രാജ്യത്തും കാണിക്കാൻ പറ്റില്ല. ഒരു രാജ്യത്ത് എവിടെയും ചന്ദനിൽ പോലും പോയി കാണിക്കാൻ പറ്റില്ല. അവൻ പോക്കാണ്. അവൻ അവിടെ തീർന്നു, അവന്റെ പരിപാടി തീർന്നു. അവനെ പുറകെ പിന്നെ ഞങ്ങൾ ആരും നടക്കത്തൊന്നുമില്ല. അതുകൊണ്ട് നിങ്ങൾക്ക് ആള് മാറിപ്പോയി, സംസ്കാരം മാറിപ്പോയി. നമ്മുടെ ആചാര്യന്മാര് രണ്ടാണ്, ഗുരുക്കന്മാർ രണ്ടാണ്, കാഴ്ചപ്പാട് രണ്ടാണ്. അതുകൊണ്ട് ഇത് നിങ്ങൾ മിക്സ് ചെയ്യരുത്. അത് അപകടകരമാണ്, ആശയപരമായിട്ട് കേട്ടോ. ഓക്കെ, പറഞ്ഞു. റാഷി വന്നിട്ടുണ്ട്. റാഷിയെ വിളിക്കുക. ആ ഒപ്റ്റിമിസ്റ്റിക് എന്ന് പറഞ്ഞ പുള്ളിയെ എന്താണാവോ എഴുതി വിടുന്നത്? അദ്ദേഹം എന്താ ആശയം വന്ന മര്യാദയ്ക്ക് പറ സാർ. എന്തെങ്കിലും ഒരു ആദർശം വന്ന് നിങ്ങൾക്ക് പറയാനുള്ളത് പറ. ഇങ്ങനെ കമന്റ് ഇട്ടിട്ട് കാര്യമുണ്ടോ? റാഷി എവിടെ ഉണ്ട്? റാഷിയെ കാണുന്നില്ലല്ലോ. അത് പറഞ്ഞപ്പോ റാഷി പോയി കാണും. ആദമേ, ഫോളോയിങ് വന്നിട്ടുണ്ട്. ആദാമിന് വയറ് നിറഞ്ഞോ? ആദമേ, ഇവര് തന്നെ വന്ന് മുഹമ്മദിനെ കൊണ്ട് അടി മേടിച്ച് ഉടനെ അടി കൊടുക്കാന്നും പറഞ്ഞ് ഈ വടിയും വെച്ചോണ്ടാ വരുന്നത്. നമ്മൾ നല്ലൊരു ഭാഗം പറഞ്ഞോണ്ടിരിക്കുകയായിരുന്നു.
നിങ്ങൾ ഇസ്ലാമിനെ ഇങ്ങനെ അടിച്ച് ഇസ്ലാം ഉഷാറായി. നിങ്ങൾ അടിച്ച ആള് പഴങ്ങുകയും ചെയ്തു. അതാ ഇപ്പൊ ഉണ്ടായത്. നിങ്ങൾക്ക് ഇതുപോലെ അതെ നല്ല അതെ, അടി കിട്ടിയാൽ നിങ്ങൾ അത് നന്നായേനെ. നന്നായിട്ട് മനസ്സിലാകുന്നുണ്ട്. അതുകൊണ്ടല്ലേ നാട്ടുകാരെല്ലാം ഇപ്പൊ ഉള്ള ജനറേഷനിലുള്ള നാട്ടുകാരന്മാർ പറയുന്നുണ്ട് കുപ്പകുന്നില ഈന്തപ്പനയുടെ അടിമകളെ എന്ന് വിളിക്കുന്നത്. അത് നമ്മുടെ ചെവി കൊണ്ട് തന്നെ കേൾക്കുന്നുണ്ട്. അപ്പൊ അതൊക്കെ പറഞ്ഞാൽ മതി, ബേജാറ് കൂട്ടൊന്നും വേണ്ട. സാവധാനം അനുസരിച്ച് പറഞ്ഞാൽ മതി. നിങ്ങളിങ്ങനെ നിങ്ങൾ ഇസ്ലാമിനെ വിമർശിച്ച് ഇസ്ലാം ഉഷാറായിട്ട് വളരുന്നുണ്ട്. നിങ്ങൾ ആകെ നിങ്ങളെ വീട്ടിൽ തന്നെ ആർക്കും പള്ളിയിൽ പോവണ്ട, ബൈബിള് വായിക്കൂല, എന്തൊക്കെ. അത് നിന്നോട് പറഞ്ഞിട്ട് അത് ഞങ്ങൾ പള്ളിയിൽ പോകണോ വേണ്ടോ എന്ന് ആലോചിക്കുന്നത്. ഞങ്ങളൊക്കെ എപ്പോഴും പള്ളിയിൽ പോകും, ഖുർആൻ ഓതും. നിങ്ങൾക്കൊന്നും ഒരു ചിന്ത തന്നെയല്ല. നിങ്ങൾ എന്തിനാ പള്ളിയിൽ പോകുന്നത്? വെളിച്ചെണ്ണ കൊണ്ടല്ലേ പള്ളിയിൽ പോകുന്നത്. നിങ്ങളൊക്കെ ലിബറലിസത്തിന്റെ പിറകെ പോയി ക്രിസ്ത്യാനികള്. നിങ്ങളങ്ങനെ പോവേണ്ട ആളുകളല്ലായിരുന്നു. എന്ത് ചെയ്യാം? നിങ്ങൾ വെളിച്ചെണ്ണയുടെ പുറകെ പോയണ്ട നിങ്ങൾക്ക് അങ്ങനെ തോന്നുന്നത്. ഉള്ള നിങ്ങൾ നേരം നമ്മളെ വെളിച്ചെണ്ണയുടെ കുറ്റം പുറകെ പറയാതെ പോകണമെങ്കിൽ നിങ്ങളുടെ പോയാൽ കാര്യങ്ങളൊക്കെ കുട്ടികൾക്ക് പഠിപ്പിച്ചു മായാജി പള്ളിയിൽ കൊടുക്കണം. പോകണമെന്നുണ്ടെങ്കിൽ നിനക്ക് ആ, ജയ്സൺ പോകേണ്ട ബ്രദറെ ആവശ്യമില്ല. അതൊന്നും പറയണ്ട. ജെഫ്സോൺ നമുക്ക് ഇമോഷണൽ ആയിട്ട് സംസാരിക്കണ്ട. ഫോളോയിങ് പറഞ്ഞതിന് മറുപടി പറയാമല്ലോ. ഫോളോയിങ്, നിങ്ങൾക്ക് സമകാലിക ഇസ്ലാമിന്റെ ചരിത്രം അറിയില്ല. ഇതാരാ ഉഷാറായത്? നിങ്ങളുടെ ഗ്രൂപ്പുകൾ എന്ത് ശക്തമായിരുന്നു ഞങ്ങൾ വരുമ്പോ. ഇപ്പൊ നിങ്ങൾക്കൊരു നല്ല ഗ്രൂപ്പ് ഉണ്ടോ ക്ലബ് ഹൗസിൽ? നിങ്ങൾക്ക് ഓരോ ദിവസവും തന്റെ ആരിഫ് ഹുസൈനും കൂട്ടരും മറുപടി തരികയല്ലേ? നിങ്ങൾക്ക് വേണ്ടിയിട്ട് എക്സ് മുസ്ലിം ഗ്രൂപ്പുകൾ ഉണ്ടാവുകയല്ലേ? പണ്ടൊക്കെ ഈ ഭാഗത്ത് നിന്നിരുന്ന ആളുകൾ, ഹുദവി ബിരുദധാരികളൊക്കെ പുറത്തു പോവില്ലേ? എത്ര നിങ്ങൾക്ക് ഇവിടെ വന്നിരുന്നത് പറയുമ്പോൾ നിങ്ങൾ വല്ലതും കാര്യം മനസ്സിലാക്കുന്നുണ്ടോ? സൗദി അറേബ്യയിലെ ഓടയിൽ നിന്ന് ഖുറാൻ വാരിയല്ലേ? ഇതിന്റെയൊക്കെ ചിത്രം നമ്മൾ കണ്ടില്ലേ? നിങ്ങൾ ഇവിടെ അത് വെള്ളപ്പൊക്കം ഉണ്ടായിട്ടാണ് എന്റെ നിൽക്ക് എന്താ നിൽക്ക് കൊടിത്തോട്ടോ. നിൽക്ക് 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 പറഞ്ഞു തീർന്നില്ല. ഇവിടെ നിങ്ങൾ വേറൊരു സംഭവം കണ്ടില്ലേ? എന്താന്ന് വെച്ചാൽ ഈ ഈ സൗദി അറേബ്യയിലെ ആളുകൾ, അവിടുത്തെ രാജാക്കന്മാരും ഒക്കെ അവരുടെ സ്ത്രീകളെ എങ്ങനെയാണ് ഇപ്പൊ കൊണ്ടുനടക്കണേ? അവിടെ ആധുനികത വന്നില്ലേ? അവിടെ രീതികളാകെ മാറിയില്ലേ? അവിടുത്തെ സ്ത്രീകൾക്ക് ഇപ്പൊ ഡ്രൈവിംഗ് ലൈസൻസും വണ്ടി ഓടിക്കാനൊക്കെ അനുവാദം കിട്ടിയില്ലേ? പുതച്ചും കൂടി കെട്ടി നടക്കുന്ന സംസ്കാരത്തിൽ നിന്ന് അവർ പുറകോട്ട് പോയില്ലേ? എന്താണ് ലോകത്ത് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? വലിയ മാറ്റങ്ങൾ, ഇസ്ലാമിൽ വലിയ മാറ്റങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ്. ആ മതത്തെ ഫോളോ ചെയ്യാൻ ആളുകൾ സൗദി അറേബ്യ കുറയുകയാണ്. നിരീശ്വരവാദം ഏറ്റവും ശക്തമായി നിങ്ങളുടെ ഇടയിൽ വളരുകയാണ്. ഏറ്റവും ശക്തം. ഞങ്ങൾ ലിബറലായി നിങ്ങളോട് ആരാണ് പറഞ്ഞ്? ഞങ്ങളുടെ ലിബറലിസത്തിന് ഒരു പ്രശ്നമുണ്ട്. അതിനൊരു പരിധിയുണ്ട്. അത്ര പോയാലും ഞങ്ങളുടെ നാഥനായ യേശുക്രിസ്തുവിനെയും ദൈവത്തെയും തള്ളിക്കൊണ്ട് ഞങ്ങൾക്കൊരു നിലപാടില്ല. ഞങ്ങളുടേത് ആചാരങ്ങളൊരു മതമൊന്നുമല്ല, വിശ്വാസമൊന്നുമല്ല. ആചാരനിഷ്ഠാന 5 നേരം പ്രാർത്ഥിക്കുക, ഇത്തരത്തിലല്ല. അത് ഞങ്ങളുടേത് ദൈവവുമായുള്ള ഒരു ആജീവനാന്ത ബന്ധവും കടപ്പാടുമാണ്. അതിന് നിയതമായൊരു നിയമത്തെ ആശ്രയിച്ചല്ല, ആത്മാർത്ഥതയിൽ നിന്നാണ് ദൈവത്തെ വിളിക്കേണ്ടത്. ഹൃദയപ്രകാരമാണ് വിളിക്കേണ്ടത്. അല്ലാതെ 5 നേരം വിളിച്ചില്ലേ ഞങ്ങളെ എല്ലാം കൂടെ തട്ടിക്കളയുന്ന തരത്തിലെ ഒരു ക്രൂരനും സാഹസികനുമായ ഏകാധിപതിയല്ല ദൈവം. ആ ദൈവത്തിന്റെ പ്രവാചകന്റെ പേരുടെ കൂടെ ചേർത്ത് പറഞ്ഞില്ലെങ്കിൽ തൗഹീദ് എന്ന ഏകദൈവ വിശ്വാസം നിലനിൽക്കുകയില്ലെന്നൊന്നുമല്ല ഞങ്ങളുടെ വിശ്വാസം. അപ്പൊ ഞങ്ങൾ ആയിക്കോട്ടെ. വ്യത്യസ്തരാണ്. ഞങ്ങളുടെ കാഴ്ചപ്പാടുകൾ വേറെയാണ്. ലോകത്തിന്റെ പലയിടങ്ങളിൽ ഇത് പടിയിറങ്ങുകയാണ്, പല രൂപത്തിൽ പടിയിറങ്ങുകയാണ്. ഇനി അതിനെക്കുറിച്ചാണ് ചർച്ച ചെയ്യുന്നതെങ്കിൽ അതുമാകാം. എവിടെ ഉഷാറായി? മലയാളത്തിലൂടെ ഉഷാറായ കേരളീയർക്കിടയിൽ തന്നെ ഉദാഹരണം എടുക്കാം. നമുക്ക് നോക്കാം എന്ത് ഉഷാറായി എന്നാ പറയുന്നത്. പറഞ്ഞുതരാം. ഇന്നിപ്പം എവിടെ നിങ്ങളുടെ പണ്ഡിതന്മാർ എവിടെയാണ്? അവരൊരു ചർച്ചയ്ക്ക് വരാൻ പേടിയല്ലേ? തൊടവഴി ഞങ്ങളെ മൂത്രം ഒഴിക്കലേ മലയാള പണ്ഡിതന്മാരോ? ഭാഷ പറഞ്ഞത്? നിങ്ങളുടെ പണ്ഡിതന്മാർ ഇവിടെ ഇത്രയും വലിയ ലോകമാസകല സംവാദം ഉണ്ടോ, വിളംബരം നടത്തി പണ്ഡിതന്മാരെ കുത്തിക്കൂശി. ആവശ്യമില്ല കൊടുത്തോട്ടം. ക്ലബ് ഹൗസിൽ ഞങ്ങളെ പോലത്തെ ചെറിയ കുട്ടികൾ മതി നിങ്ങളോടൊക്കെ എന്താ ഇങ്ങനെ പറയാൻ. അതിന് വലിയ വലിയ പണ്ഡിതന്മാരെ ആവശ്യമൊന്നുമില്ല. അപ്പൊ അല്ലല്ല, ഇത് നിങ്ങൾ എന്താ കേൾക്ക്. പറഞ്ഞത്? സൗദി അറേബ്യയിലെ ഒറ്റ സെക്കൻഡ് ഒന്ന് ഇത് പറയാം. അല്ലല്ല, ഞാൻ പറഞ്ഞു തീർന്നില്ല. ഞാൻ ഇടയ്ക്ക് കയറുന്ന ആളൊന്നുമല്ല. നിങ്ങൾ പറഞ്ഞതിന്റെ ആ ഇടയ്ക്കൊന്നും ഞാൻ ഒരു കയറും. ഓരോ ഇത് കേൾക്ക്, ഞാൻ പറഞ്ഞു തീരട്ടെ. 2 മിനിറ്റ് കൂടെ ഇത് കേൾക്ക്. സൗദി അറേബ്യയിൽ പ്രളയം ഉണ്ടായപ്പോൾ ഒഴുകി പോയി എന്നൊക്കെ മദ്രസ പിള്ളേരോട് പറഞ്ഞാൽ മതി. ഇതൊക്കെ നമ്മൾ നിരന്തരം വായിക്കുന്നതാണ്. അടുത്തത് ഇവിടെ കാണുന്ന എന്താ? ഞങ്ങ- അത് ഞ- മാത്രല്ല ഞ- സാറേ അലി സാറേ, ഇതൂടെ പറ. ആ, അവിടെ വെള്ളപ്പൊക്കം ഉണ്ടായപ്പോ ഖുറാൻ മാത്രം വീടുകളിൽ നിന്ന് ഒഴുകി പോയി ഓടയ്ക്കകത്തോട്ട് കേട്ടോ. ബാക്കി സാധനങ്ങളൊന്നും ഓടക്കല്ല, ഒഴുകിയില്ല. അതൂടെ പറയണം. ചെളി പിടിച്ച ഓടയൊക്കെ അത് ഒഴുകുന്നേ ഈ സംഗതി. അതും പോട്ടെ. ഇപ്പൊ നിങ്ങളൊരു കാര്യം കൂടി പറഞ്ഞല്ലോ, ഞങ്ങളെപ്പോലെ സംസാരിക്കാൻ നിങ്ങൾ പിള്ളേര് മതി. അങ്ങനെ ആയിരുന്നില്ലല്ലോ പണ്ട്. ഇവിടെ വന്നിരുന്ന് സംസാരിക്കുന്ന ആളുകളല്ലായിരുന്നോ ഈ മദനിയും അതുപോലെ തന്നെ ഈ മറ്റേ ബാലുശ്ശേരിയും ഈ സാക്ഷാൽ എം എം മക്കൂർ വന്നിട്ട് സംസാരിച്ചിട്ടുണ്ടല്ലോ ഇതിനകത്ത് വന്നിരുന്ന്. ഇത് മാത്രമല്ല, പോസ്റ്റർ ഒട്ടിച്ച് തെരുവിലുടനീളം പോസ്റ്റർ ഒട്ടിച്ച് സംവാദത്തിന് വെല്ലുവിളിക്കല്ലായിരുന്നു, മീശ പിരിച്ച് വെല്ലുവിളിക്കായിരുന്നു. മുസ്ലിം ലീഗിന്റെ സാമ്പത്തിക ബന്ധനോടെ തിരുവല്ലായിലും എല്ലാം വന്നിട്ട് കുഞ്ഞാലിക്കുട്ടി ഭരിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ പി എയുടെ ആ ആനുകൂല്യങ്ങളെല്ലാം കൈപ്പറ്റിക്കൊണ്ട് എം എം മക്കൂറും കൂട്ടരും നടത്തിയ സംവാദ കോലാഹലങ്ങളുണ്ട്. മനസ്സിലായില്ലേ? ആ കാലമൊന്നും ഞങ്ങൾ മറന്നിട്ടില്ല. എവിടെ പോയി? രാഷ്ട്രീയ അധികാരം കയ്യിൽ വെച്ചുകൊണ്ടും ഇങ്ങനെ മന്ത്രി മേലാളന്മാരെ കൂട്ടുപിടിച്ചുകൊണ്ടും മറ്റുള്ള മതസ്ഥരെ വിമർശിക്കാൻ അന്ന് കാട്ടിയ ആർജവം,
ആ ചങ്കുറപ്പ് എവിടെ പോയി? ധൈര്യം ഉണ്ടോ എം മക്കർ കളത്തിലിറങ്ങി ഒരു ക്രൈസ്തവ സംവാദം നടത്താൻ? മുജാഹിദ് ബാലുശ്ശേരിക്ക് ധൈര്യമുണ്ടോ ഒരു സംവാദം ഇതുപോലെ ഞങ്ങളെ വെച്ചുകൊണ്ട് നടത്താൻ? ആക്കമില്ല. നിങ്ങൾക്ക് എവിടെ ഉണർവ്? എന്തുണർവ്? ഈ ക്ലബ് ഹൗസിൽ വന്ന് 2-3 തെറിയന്മാര് അശ്ലീലവും അനാവശ്യവും വിളിച്ചു പറഞ്ഞിട്ട് സ്വന്തം മതത്തിലെ വൃത്തികേടുകൾ വെളുപ്പിക്കാൻ വേണ്ടി ശ്രമിക്കുക. അതിനപ്പുറത്ത് എവിടെ വളർന്ന നിങ്ങൾ ഈ പറയുന്നത്? ഞങ്ങൾ വിമർശിക്കും തോറും നിങ്ങൾ വളരും. പിന്നെ ഇതിനെ കൈവെട്ടുന്നേ? ഞങ്ങൾ വിമർശിക്കുമ്പോൾ നിങ്ങൾ വളരുമെങ്കിൽ കൈവെട്ടുണ്ടല്ലോ, തലവെട്ടുണ്ടല്ലോ. ആ കഴിവൊക്കെ എവിടെ പോയി? തലവെട്ടുന്ന കൈവെട്ടുന്ന ആളുകൾ ഞങ്ങൾ എന്തിനാ ആക്ഷേപിക്കുന്നത്? വിമർശിക്കും തോറും മാണി പറയുന്ന പോലെ വളരും തോറും വിളരുമെന്നുണ്ടെങ്കിൽ പിന്നെ ഞങ്ങളെ എന്തിനാ ഞങ്ങളെ പ്രോത്സാഹിപ്പിക്കല്ലേ ചെയ്യണ്ടേ? ഞങ്ങളെ നിങ്ങൾ പ്രോത്സാഹിപ്പിക്കുക. കാരണം വിമർശിക്കും തോറും വളരുന്നു. ലജ്ജയായതിൽ മാനം തോന്നുന്നു എന്ന് പറയുന്ന ഒരു ബൈബിൾ വാക്യമുണ്ട്. നിങ്ങളുടെ നിരാശയൊക്കെ മനസ്സിലാവും. നിങ്ങൾ ശ്രമിച്ചാൽ ഇനി ഒരു സംവാദകനെ കൊണ്ടുവരാൻ പറ്റില്ല. ഈ ഗ്രൂപ്പിൽ ഇതുപോലെ ഓക്കെ തന്നെ ഓക്കെ. തലോടി എന്നൊരു സുഹൃത്ത് വന്നു. ഒരു നിങ്ങൾ സുഹൃത്ത് വന്നു തലോടി എന്നും പറഞ്ഞു. ഒന്നച്ച് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഞാൻ ഇവിടെ എന്തിനാ കൊടുത്തോട്ടെ പാസ്റ്റർ? എനിക്ക് ഇടയ്ക്ക് ഒരു പകുതി ഇടയ്ക്ക് സമയം ഇടയ്ക്ക് കിട്ടുന്നത്. നിങ്ങൾ പറഞ്ഞോ, ഇടയ്ക്ക് മൈക്കൊക്കെ താഴെ അവസരം പോയിരിക്കണം കിട്ടുമ്പോ കേട്ടോ. പറഞ്ഞോന്നേ. നിങ്ങൾക്ക് ആവശ്യം വരുമ്പോ നിങ്ങൾ പറഞ്ഞോ. ഞാൻ എന്റെ കാര്യം പറഞ്ഞതേ ഉള്ളൂ. ഞാൻ എണ്ണി കാര്യം പറയാ ചെയ്തേ. അതിനിടയ്ക്ക് നിങ്ങൾ കയറിയോണ്ടാണ് പൂരിപ്പിച്ചേ. തലോടി ഒരാൾ വന്നിട്ട് വലിയൊരു സംവാദകനെ കൊണ്ടുവരാം എനിക്കെതിരെ എന്ന് പറഞ്ഞിട്ട് കൊണ്ടുവന്ന ആളെ കേൾക്കണോ? ഫഹദ് പുരയിൽ. മനസ്സിലായോ? ഇത്ര നിങ്ങൾ ഇതുപോലെ തീർന്നു. അപ്പോ ഇത്രയും വലിയ ഷെയ്ഖുമാരും പണ്ഡിതന്മാരും ഷംസുൽ ഉലമമാരും ഒക്കെ ഉള്ള ഒരു ലോകത്ത് പഞ്ചപുച്ഛമടക്കി ഞങ്ങളുടെ ചോദ്യത്തിന്റെ മുമ്പിൽ വിരളി കൊണ്ട് നിൽക്കുകയാണ്. ഇനി നിങ്ങൾ പറഞ്ഞല്ലോ നിങ്ങൾ മതി, ഞാനത് മുകളിലേക്ക് എടുക്കുന്നു, ഫോളോയിങ്ങിനെ മുകളിലേക്ക് എടുക്കുന്നു, മതി എങ്കിൽ നമുക്ക് ഇപ്പൊ തന്നെ മുമ്പ് കോംപ്രമൈസ് ആകാം. പറയൂ, ഞങ്ങൾ നിരന്തരം ചോദിക്കുന്ന ഒരു ചോദ്യത്തിന്റെ ഉത്തരം. മാനവരിൽ മഹോന്നതൻ നിങ്ങൾ പ്രകീർത്തിക്കുന്ന, ഞങ്ങൾ സ്ത്രീലമ്പടം എന്ന് വിശ്വസിക്കുന്ന മുഹമ്മദിന്റെ 10 ഗുണങ്ങൾ നിങ്ങൾക്കൊന്ന് പറയാമോ? അത് പറഞ്ഞെങ്കിൽ നിങ്ങൾ ഈ പറഞ്ഞ ഞങ്ങൾ കേൾക്കാം. ഒരു ബുദ്ധിമുട്ടുമില്ല. ഏതെങ്കിലും ഒരു ഉസ്താദ് ഉണ്ടോ ഇതിന് മറുപടി പറയാൻ? ഇന്ന് വരെ ഇല്ല. വർഷം 3 ഞങ്ങൾ ചോദിച്ചിട്ട് നിങ്ങളിൽ ഒരുത്തനും ആക്കമില്ല. അതോടെ പേടിച്ചകത്ത് കയറി കട പൂട്ടിയിരിക്കുകയാണ് നീച്ചോ ട്രൂത്തുകാര്. മനസ്സിലായില്ലേ? അപ്പൊ നിങ്ങൾ പറയാ ഞങ്ങൾ മതി, നല്ല ആത്മവിശ്വാസം. പക്ഷെ അതിന്റെ ഉള്ളിലെ തേങ്ങൽ ഞങ്ങൾ മനസ്സിലാക്കുന്നുണ്ട്. നിങ്ങളുടെ ഉള്ളിലെ ആ ദീനരോധനം. ഇവരെ പോയി നിങ്ങളൊന്ന് വിളിക്കുക. വരികയല്ല, ഈ കക്ഷികൾ വരികയല്ല. എന്താ പറയുന്നത് അറിയണ്ടേ? ഞങ്ങൾ തെറി പറയുന്നു. മുത്തിന്റെ വൃത്തികേടുകൾ ഞങ്ങൾ പറയുമ്പോൾ കേൾക്കാൻ നിങ്ങൾക്ക് കഴിയില്ല. കാരണം അധമനായ ഒരുവനെ ഉന്നതനായി നിങ്ങൾ മനസ്സിൽ കൊണ്ടു നടക്കുന്നു. ഞങ്ങൾ ഇങ്ങനെ ഇട്ട് വാരുമ്പോൾ നിങ്ങൾ പറയുക ഇസ്ലാം വർദ്ധിക്കുന്നു, വളരുന്നു, തിളങ്ങുന്നു, ശോഭിക്കുന്നു. ഓക്കെ, നിങ്ങൾക്ക് പറയാം, കുഴപ്പമൊന്നുമില്ല. തൊലിക്കട്ടിക്ക് നമോഭാഗം. എനിക്ക് എത്ര പറയാനുള്ളൂ. അതാ ഖുർആൻ കറക്കുന്നതാണ് ഞാൻ ഇവിടെ ഇട്ടിട്ടുണ്ട്, ലിങ്ക് ഇട്ടിട്ടുണ്ട്. ഖുർആൻ കറക്കുന്നത്, ഓക്കെ. ഖുർആന്റെ അപ്പോ അതോഗതി. അപ്പൊ ആദ്യം എന്താ ഖുറാനിൽ തുടങ്ങാം നമുക്ക്. ഖുറാൻ ഓടയിൽ കണ്ടു എന്നുള്ളതാണ് നിങ്ങളുടെ പരാതി. അതായത് എന്താ മുസ്ലിങ്ങളായിട്ടുള്ള ആളുകളുടെ നാട്ടിൽ ഒരു വെള്ളപ്പൊക്കോ എന്തെങ്കിലുമൊക്കെ ഉണ്ടായി കഴിഞ്ഞാല് ഖുറാൻ തന്നെയാണ് പുറത്ത് വരിക. അത് എന്തായാലും അങ്ങനെ തന്നെ ഉണ്ടാവുള്ളൂ. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ